ഹായ്, നമ്മൾ ഇന്നൊരു ചാമ്പയുടെ ഒരു വിശേഷമാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ ഇന്ന് എടുക്കണ്ടാവും. അതിൽ തന്നെ ഇന്ന് വിശേഷപ്പെട്ട ചാമ്പകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ദൽഹരി ചാമ്പ. ഈ ചാമ്പയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിമ്പിന്റെ പോലത്തെ ടേസ്റ്റ് ആണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. നമുക്ക് കണ്ടോ, ഇത്രയും ഇത് ശരിക്കും നമുക്ക് ഒരു ഒന്നോ രണ്ടോ ഫ്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ചിലപ്പോൾ കംപ്ലീറ്റ് ആയി പോകും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇതിന്റെ ഒരു അടുത്തുള്ള പിക്ചറുകൾ കാണിച്ചു തരാം നമുക്ക്. കേട്ടോ, എല്ലാം വന്നു കഴിഞ്ഞിട്ട് തൊട്ടാ വരുന്ന രീതിയിൽ അത്രയും നല്ല രീതിയിൽ പഴുപ്പായി കഴിഞ്ഞു. വളരെ എമ്മി ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. നമുക്ക് സാധാരണ വന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ കളർ വന്നു കഴിഞ്ഞിട്ട് കുറെ കൂടി റെഡിഷ് കളർ വരും. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് അത്രയും അങ്ങോട്ട് ചില കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലതിന്റെ കളറൊക്കെ കുറയും. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റാ. നമുക്ക് ഇന്ന് വന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ കുറച്ച് ഫ്രൂട്ട്സ് ആണ് എന്തായാലും പറിക്കുന്നത്. അപ്പൊ ഏകദേശം കുറെ ചാമ്പകളുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം ഇവിടെ നിന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ വർഷം വന്നു കഴിഞ്ഞിട്ട് ഇതിൽ നിറയെ ചാമ്പ ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസികളാണല്ലോ എല്ലാം. അപ്പൊ അവർക്ക് കുറച്ച് കൊമ്പൊക്കെ അങ്ങോട്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒടിച്ചു കളയും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊമ്പുകളും കട്ട് ചെയ്തു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കുറ്റിമരമായിട്ട് നിന്നുപോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കാരണം ഇതിൽ തന്നെ നമുക്ക് ധാരാളം ഫ്രൂട്ട്സുകൾ നമുക്ക് ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ചെറിയൊരു ഡ്രമ്മിലാണെങ്കിൽ ഇതിപ്പോ നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടോ, ഒരു ചെറിയ ഡ്രമ്മ, ഒരുപാട് വലിപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ഡ്രമ്മിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇഷ്ടം പോലെ നമുക്ക് ഇതേപോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ സ്ഥല സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇത് അതേപോലെ തന്നെ നമ്മുടെ റെഡ് സീഡ്ലെസ് ചാമ്പയാണ്. ഇത് കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറെ ഫ്രൂട്ട്സ് പറിച്ചിരുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ കുറെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇനി കുറച്ച് ചാമ്പകളുണ്ട്. ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഒരു 13 വെറൈറ്റി ചാമ്പയാണ് ഇവിടെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ചാമ്പയാണിത്. നമുക്ക് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഫ്രൂട്ട്സ് ആയിട്ടില്ല, നല്ല ഡാർക്ക് കളറിൽ വരും, നല്ല വലിപ്പത്തിൽ വരും. ഇതിലും വന്നു കഴിഞ്ഞിട്ട് ധാരാളം ഫ്രൂട്ട്സുകൾ ഉണ്ട്. അപ്പൊ ഇനി ആയി തുടങ്ങിയിട്ടുള്ളൂ. ഇതെല്ലാം നല്ല പൂവിട്ട് നിൽക്കണം. ഇനി നമുക്ക് റെഡ് ഡയമണ്ട് എന്ന് പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പേരാണ്. ഇത് നല്ല വലിപ്പം വരും. പക്ഷെ ഇത് ഈ ഒരു പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് ചെറിയതാണ്. എന്താ വെച്ചാൽ ആദ്യത്തെ ഫ്രൂട്ടാണ്. പിന്നെ ഇതിൽ ധാരാളം പറിക്കാനുണ്ട്. ഇതിലെല്ലാം വന്നു കഴിഞ്ഞിട്ട് ദൽഹരി, ഹണി ഡ്യൂ, അതേപോലെ തന്നെ തായ് റെഡ്, ഇത് ഒരുപാട് വെറൈറ്റി ചാമ്പകളുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഞാൻ കുറെ വെറൈറ്റി സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതായിട്ട്, അപ്പൊ നിങ്ങളും കുറച്ച് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, അതെല്ലാം ഫുള്ള് ഡ്രമ്മിലായിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 60 ഡ്രമ്മോളം ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഫ്രൂട്ട്സ് കംപ്ലീറ്റ് നട്ടിരിക്കുന്നത് മുഴുവൻ ഡ്രമ്മിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പൊ നമ്മളുടെ സമയം വന്നു കഴിഞ്ഞിട്ട് വെറുതെ പാഴാക്കാനുള്ളതല്ല. വെറുതെ കിട്ടുന്ന സമയങ്ങളിൽ കുറച്ച് കുറച്ച് നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ സമയത്തിനെ നമുക്ക് ഉപകാരപ്പെടുത്താം. പ്ലസ് നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാം. ഓക്കെ, ബൈ.